നിങ്ങൾ റേഡിയേറ്റർ ബ്ലോക്ക് ഒന്ന് കേട്ടിട്ടുള്ളൂ. ഇതാണ് സംഭവം. ഈ ട്യൂബുലാർ മൊത്തം ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോ സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാനത് ഓപ്പൺ ആക്കി വെച്ചേക്കുന്ന കേട്ടോ. നമുക്ക് ഈ വഴി ഇങ്ങനെ കണ്ടോ, ഇത്രയും ഫ്രീ ആയിട്ട് ഹോള് ഈ വഴി ഇങ്ങനെ വരേണ്ടതാണ് ഈ കമ്പി കണ്ടോ. പിന്നെ ബാക്കി എല്ലാ ട്യൂബുലാറും കംപ്ലീറ്റ് ട്യൂബുലാറും ബ്ലോക്കാണ് കണ്ടോ. ഇതൊക്കെ ഫുള്ള് അടഞ്ഞിരിക്കുകയാണ് കണ്ടോ. ഇതൊക്കെ ആകെ അടഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ തുറന്ന് കണ്ടോ, പിന്നെ അപ്പുറത്തോട്ട് വരണം. പിന്നെ അപ്പൊ കുത്തി തുറന്ന് കണ്ടോ. അതുപോലെ എല്ലാ ട്യൂബുലാറും കംപ്ലീറ്റ് ട്യൂബുലാറും കണ്ടോ, ഇതൊക്കെ ബ്ലോക്കാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് കൂളന്റ് താഴോട്ട് ഇറങ്ങി പോകില്ല. ഈ കൂളന്റ് ഈ ട്യൂബുലാറിൽ കൂടെ താഴോട്ട് ഇറങ്ങിപ്പോയാൽ മാത്രമാണ് കൂളന്റ് തണുക്കുള്ളൂ. ഇതിപ്പോ ഇറങ്ങി പോകാതെ ആകെ ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ കംപ്ലൈന്റ് കൊണ്ട് തന്നെ ഈ വണ്ടിയുടെ ഹെഡ് കംപ്ലൈന്റ് ആയിപ്പോയി. ഹെഡ് കംപ്ലൈന്റ് ആയി നമ്മളിപ്പോ ഹെഡ് ഒക്കെ ഫേസ് ചെയ്യാൻ കൊടുത്ത് ഹെഡ് ഫേസ് ഔട്ട് പോയി ഫേസ് ആയി കൊണ്ട് ഫേസ് ഒക്കെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് കൂളന്റ് കറക്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടാണ്. കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ കൂളന്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇതിപ്പോ കൂളന്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് മാത്രം വലിയൊരു പണിയിലോട്ട് എത്തി കേട്ടോ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പർ ടാങ്ക് ലോ ടാങ്ക് ഒക്കെ പീസാക്കി വെച്ചേക്കാണ്. റേഡറിന്റെ 3 ടാങ്ക് പീസാക്കി വെച്ചേക്കുന്നതാണ്. ഇപ്പുറത്ത് എല്ലാം ഓപ്പൺ കിടക്കുക. ഇതുപോലെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഈ സൈഡിലും ഈ സൈഡ് ഫുള്ള് ബ്ലോക്കാ. അപ്പോ നിങ്ങൾക്കും ഇതുപോലെ പണിണ്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സമയങ്ങളിൽ കൂളന്റ് ചേഞ്ച് ചെയ്യാട്ടോ. കൂളന്റ് ചേഞ്ച് ഇതൊക്കെ സംഭവിക്കുക. ഇപ്പൊ നമ്മൾ ഈ റേഡിയേറ്റർ മാറണമെന്ന് വേർന്നുകൊണ്ട് കാ ദ്രവിച്ചിരിക്കുകയാണ് ട്യൂബുലാറ്. നമ്മൾ കുത്തുന്നതനുസരിച്ച് ഇതിനകത്തോടെ ലീക്ക് വരും. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ട്യൂബുലാറല്ലേ, പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് കുത്തുകൊണ്ട് അപ്പൊ ലീക്ക് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് റേഡിയേറ്റർ നമ്മൾ ചേഞ്ച് ചെയ്തു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ പണിയിട്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് സമയങ്ങളിൽ കൂളന്റ് മാറിക്കോട്ടോ. അപ്പൊ ഇത്രയും ബ്ലോക്ക് ആയിട്ടുള്ള റേഡിയേറ്റർ നിങ്ങൾ എന്ത് ഫ്ലഷ് യൂസ് ചെയ്തിട്ടും ക്ലീൻ ചെയ്യാൻ നിങ്ങൾ വിചാരിക്കേണ്ട. അത് നടപടിയാവുന്ന കാര്യമില്ല. അപ്പൊ കൃത്യമായിട്ട് സമയങ്ങളിൽ കൂളന്റ് ചേഞ്ച് ചെയ്യുക. ഇത്രയും ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഏത് ഫ്ലഷ് യൂസ് കഴിഞ്ഞാലും ഇത് ക്ലീൻ ആവില്ല. നിങ്ങളത് ചേഞ്ച് ചെയ്യാൻ വേറൊരു മാർഗ്ഗമില്ല കേട്ടോ. അപ്പൊ ഇതുപോലത്തെ ഒരു വള്ളിക്കെട്ടൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോ വരാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.